സ്വാഗതം. സയന ടാരക്കട വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ്, അല്ലെങ്കിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ്, അല്ലെങ്കിൽ ഇതാണ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത്. സോ ലെറ്റ്സ് സി. നമ്മളൊന്ന് മൂണോളജി കാർഡാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കാർഡിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ബ്ലെസ്സിങ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സി വാട്ട് ഈസ് ഇറ്റ്. നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് എന്ന് പറയുന്നതാണ്. കാർഡിനൽ മൂൺ എന്ന് പറയുന്ന കാർഡാണ്. പൊതുവേ കാർഡ് വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ശങ്കിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നൊരു കാര്യത്തെ ഓർത്തൊരു ഇതിൽ നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെക്കൂ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിൻ്റെ പുഷാണത്. അതായത് താങ്കളാണ് ഇപ്പോൾ ആക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഇതെന്നെ കൊണ്ട് സാധിക്കുമോ, എന്ത് കാര്യത്തിലാണെങ്കിലും വെല്ലുവിളി നേരിട്ടുണ്ടെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് നോക്കുന്നുള്ളതാണ് കാര്യം. ഓരോരോ സമയത്ത് ഓരോരോ സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. അതാണ് ആദ്യത്തെ ബ്ലെസ്സിങ് അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കാർഡ് നമുക്ക് വരുന്നത് മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ന്യൂ മൂൺ ഇൻ പീസീസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് എന്നുള്ളത്. അപ്പോൾ മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം അറിയാമല്ലോ. ഒന്ന് ധ്യാനിക്കുക, ആഴത്തിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോഴും നമ്മൾ ചാടിക്കറി ചെയ്യാനല്ല പറയുന്നത്, വളരെ ആഴത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്ന കൂടി നമുക്ക് മൂണോളജി കാർഡിനോട് തന്നെ ചോദിക്കാം. വാട്ട് റിസൾട്ട് വിൽ ഐ ഗെറ്റ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക് എന്നുള്ളതാണ്. ഓക്കെ, ന്യൂ മൂൺ ഇൻ വെർഗോ എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് ഇപ്പോൾ ജീവിതത്തിൽ അങ്ങോട്ട് കൊടുക്കേണ്ട സമയമാണ്, ഇങ്ങോട്ട് വാങ്ങേണ്ട സമയമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവറോളായിട്ട് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാർഡ് മാത്രമാണ് നമുക്കൊരു കാർഡിനൽ മൂൺ, റയറായിട്ടുള്ളൊരിതാണ്. പിന്നെയുള്ളതെല്ലാം ന്യൂ മൂണാണ്. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പൗർണമി അല്ല, അമാവാസി കഴിഞ്ഞ് പൗർണമി, അമാവാസി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു ഡാർക്ക്നെസ്. കാരണം പണ്ട് കാലത്ത് അമാവാസി ദിവസം ഇരുട്ടായിരിക്കുമല്ലോ, അത് കഴിഞ്ഞ് പുതിയ തുടങ്ങുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നുറങ്ങുന്നതിന് മുമ്പ് താങ്കളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ട്, ആലോചിച്ച് പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ ഭഗവത്ഗീതയുടെ സന്ദേശമാണ്, അങ്ങോട്ട് കൊടുക്കുക, റിസൾട്ട് പ്രതീക്ഷിക്കാതെ എന്നാണ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്.